5 ഏക്കർ സ്ഥലം മഴവെള്ള സംഭരണിക്ക് കൊണ്ട് ഉപയോഗിക്കുന്നു. 24 ഏക്കറെന്ന് കൃത്യമായിട്ട് ഈ വെള്ളം സംഭരിക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവരെ കൂടി ബോധ്യപ്പെടുത്തണം. ഈ ഓയാസുകാരോടും കൂടി പറയണം, ഇങ്ങനെ പറശ്ശിനിക്കടവ് പോയി നോക്കണം. അവിടെ കേരളത്തിലെ ഏറ്റവും വലിയ മഴവെള്ള സംഭരണി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ആളും ചോദിച്ചിട്ടുണ്ട് ഏത് എഞ്ചിനീയറാണ് ഇത് ഉണ്ടാക്കിയത്. ഒരു എഞ്ചിനീയറല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഈ സ്പിരിറ്റ് മുഴുവനോട് കൊണ്ടുവരുന്നതാണ്. ഈ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലിറ്റർ സ്പിരിറ്റ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉൽപ്പാദിപ്പിക്കാതെ സ്പിരിറ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനിച്ചത്. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കിവിടെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാം. നമ്മൾ സ്പിരിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം 100 കോടി രൂപ ചിലവാക്കുന്നുണ്ട്. കടത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം 100 കോടി രൂപ ചിലവാക്കുന്നുണ്ട്. അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ 100 കോടി രൂപയുടെ കടത്ത് ചിലവില്ലാതാവുമല്ലോ. ഒന്നുമില്ലെങ്കിൽ 650 ആൾക്ക് ജോലിയും കിട്ടും.